നമസ്കാരം. 2024 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളൊക്കെ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ മികച്ച ഗാനരചയിതാവ് വേടനാണ് ഇത്തവണത്തെ മികച്ച ഗാനരചയിതാവിൻ്റെ അവാർഡ് കിട്ടുന്നത്. അതിന് പ്രകാശ് രാജ് നൽകിയ മറുപടി നമുക്കൊന്ന് വായിക്കാം. വേടൻ ചെയ്യുന്നത് റാപ്പ് സംഗീതമാണ്. അതാണ് ഇന്നത്തെ തലമുറയുടെ ശബ്ദം. സ്ഥിരമായി ശാസ്ത്രീയ സംഗീതങ്ങൾക്കേ പുരസ്കാരം ലഭിക്കൂ എന്ന ധാരണ പാടില്ല. നിരുത്തരവാദപരമായ സംഗീതമാണ് വേടൻ്റേതെന്ന് പറയാൻ കഴിയില്ല. ആ സംഗീതത്തിന് ഇന്നത്തെ തലമുറയുടെ കാഴ്ചപ്പാടും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. അതുപോലെ തന്നെ അതിലെ കഥാപാത്രത്തിൻ്റെ വിവിധ അടരുകൾ ആ പാട്ടിൽ ഉൾക്കൊള്ളിക്കാൻ വേടൻ ശ്രമിക്കാറുണ്ട്. ഇതാണ് പ്രകാശ് രാജ് പറയുന്നത്. നമുക്ക് ബാക്കി കൂടെ നോക്കാം. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിൽ ചെറുപ്പക്കാരുടെ കഥ പറയാൻ ആ പാട്ടിലൂടെ വേടൻ ശ്രമിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരുടെയും ഇന്നത്തെ തലമുറയുടെയും ശബ്ദമാണ് ഞാൻ വേടൻ്റെ പാട്ടുകളിൽ കണ്ടത്. ആ പാട്ടുകളിലെ ഊർജ്ജവും അതിജീവനത്തിനുള്ള ത്വരയും കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതാണ് വേടന് പുരസ്കാരം നൽകിയെന്ന് പ്രകാശ് രാജ് പറയുന്നു. തർക്കമൊന്നുമില്ല. ആ പാട്ടിന് പല രീതിയിലും പോസിറ്റീവ് അഭിപ്രായം ഉണ്ടാകും, നെഗറ്റീവ് അഭിപ്രായം ഉണ്ടാകാം. പക്ഷേ വേടൻ എന്ന ഗാനരചയിതാവിന് അവാർഡ് കൊടുക്കാൻ സംസ്ഥാന ജൂറി തീരുമാനിക്കുന്നു എന്നുള്ളതിൽ ഓക്കെ, അതവിടെ വ്യക്തമാണ്. കഴിഞ്ഞു. ഈ വേടൻ്റെ പേരിൽ എത്ര കേസുകളുണ്ട്? വേടൻ്റെ പേരിൽ ലൈംഗികാതിക്രമ കേസുകൾ എത്ര എണ്ണമുണ്ട്? പ്രകാശ് രാജിനോ സംസ്ഥാന സർക്കാരിനോ വ്യക്തമാക്കാൻ സാധിക്കുമോ? വേടനെതിരെ നിരവധി പെൺകുട്ടികൾ അവരെ ലൈംഗികോപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എത്ര പെൺകുട്ടികൾ പരസ്യമായി രംഗത്തെത്തിയിട്ടുണ്ട്, കേസുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. വേടൻ മാത്രം എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ പുരസ്കാരത്തിന് അർഹനാകുന്നത്? കുറച്ച് വർഷം പിന്നോട്ട് പോകാം. വിജയ് ബാബു എന്ന നിർമ്മാതാവ് നിർമ്മിച്ച ഹോം എന്ന സിനിമയ്ക്ക് അന്ന് അവാർഡിന് പരിഗണിക്കാതിരുന്നതിന് ഒരു കാര്യമേ ഉള്ളൂ. വിജയ് ബാബു ഒരു കേസിലെ പ്രതിയാണ്. വിജയ് ബാബുവിനെ പരിഗണിക്കാൻ കഴിയില്ല, വിജയ് ബാബുവിൻ്റെ സിനിമകളും അവാർഡിനെ പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അന്ന് പറഞ്ഞത്. ഇരട്ടത്താപ്പോ, ഇരട്ട നീതിയോ? ഇതുള്ളതാണ് ചോദ്യം. ഇതുപോലെ അനുരാഗ് കശ്യപ് മീ-ടു ആരോപണ വിധേയനാണ്. അനുരാഗ് കശ്യപിനെ സംസ്ഥാന സർക്കാർ IFFKയുടെ ക്ലോസിംഗ് സെറമണിയിൽ അതിഥിയായി കൊണ്ടുവന്നിട്ടുണ്ട്. ഇരട്ടത്താപ്പോ, ഇരട്ട നീതിയോ? വ്യാസൻ KP എന്ന സംവിധായകൻ മുന്നോട്ട് വയ്ക്കുന്നൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പലരും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് അതൊന്ന് വായിക്കാം. വ്യാസൻ KP പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇവയാണ്: വേടൻ്റെ സ്ഥാനത്ത് ദിലീപായിരുന്നു സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചിരുന്നതെങ്കിൽ കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ എന്തുമാത്രം ബഹളം വെച്ചേനെ. മാധ്യമ പൂങ്കവന്മാർ ചർച്ചിച്ച് നേരം വിളിപ്പിക്കുമായിരുന്നില്ലേ. ഇരട്ടത്താപ്പ് മലയാളിയുടെ മുഖമുദ്രയാണെന്ന് മാത്രമേ പറയാനുള്ളൂ. ജൂറിയുടെ തീരുമാനം അന്തിമമാണ്. അത് അംഗീകരിക്കുന്നവർ മാത്രം അവാർഡിന് അയച്ചാൽ മതിയെന്ന നിബന്ധനയുമുണ്ട്. ആയതിനാൽ ഞാൻ ഈ അവാർഡിനെ അംഗീകരിക്കുന്നു. അറിയപ്പെടുന്ന നല്ല ഒന്നാം തരം കമ്മിയായ പ്രകാശ് രാജാണ് ചെയർമാനെങ്കിലും എല്ലാ പുരസ്കാര ജേതാക്കൾക്കും അഭിനന്ദനങ്ങൾ. ഇതാണ് വ്യാസൻ KPയുടെ വാക്കുകൾ. അത് ദിലീപിനെ വെച്ചുള്ള കമ്പാരിസനാണ്, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ ഇതുപോലുള്ള ഇരട്ടത്താപ്പ് നീതികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലേ എന്നുള്ളതാണ് ചോദ്യം. ഒരു ലൈംഗികാരോപണ വിധേയൻ ഈ അവാർഡിന് കാറ്റഗറൈസ് ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവാർഡ് അർഹനാകുമ്പോൾ എന്താണ് സമൂഹത്തിന് സംസ്ഥാന സർക്കാർ നൽകുന്ന ഒരു മീനിങ് ഫുൾ കാര്യമെന്ന് പറഞ്ഞാൽ കൊള്ളാമെന്ന്. എന്താണ് അർത്ഥം? എന്താണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന അർത്ഥം? എന്താണ്? ഇങ്ങനൊരു ആരോപണ വിധേയരെ വാഴ്ത്തണം, ആരോപണ വിധേയൻ്റെ സൃഷ്ടിയും വാഴ്ത്തണം എന്നതാണെങ്കിൽ എന്തുകൊണ്ട് ഇതുപോലെ നീതി നിഷേധിക്കപ്പെട്ട ആളുകൾക്ക് കൊടുത്തില്ല എന്നുള്ളതാണ് ചോദ്യം. ഇനി അഥവാ അങ്ങനെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നയമെങ്കിൽ എല്ലാവർക്കും അത് ബാധകമാവണ്ടേ? ഇതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. മാത്രമല്ല, പ്രകാശ് രാജ് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് മമ്മൂട്ടിയെ ദേശീയ അവാർഡ് അർഹിക്കുന്നില്ല എന്നുള്ളതാണ് പ്രകാശ് രാജ് പറഞ്ഞ വാചകം. അതിനോടൊപ്പം പൈൽസിനുമാണ് അവാർഡ് നൽകുന്നത് ദേശീയ സർക്കാർ, അല്ലെങ്കിൽ ദേശീയ ചലച്ചിത്ര പുരസ്കാരം അതിനാണ് എന്നുള്ള ഒരു വിമർശനവും കൂടി പ്രകാശ് രാജ് മുന്നോട്ട് വെച്ചു. വ്യക്തമാണ്. ഓക്കെ, ഈ പൈൽസും ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒന്ന് കശ്മീർ ഫയൽസ്, പിന്നെ ഉള്ളത് ബംഗാൾ ഫയൽസ്. ഇതുപോലുള്ള സിനിമകളാണ്. അതായത് പ്രൊപ്പഗാൻഡ സിനിമകൾ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. വിവേക് രഞ്ജൻ അഗ്നിഹോത്രി സംവിധാനം ചെയ്ത ഈ സിനിമകൾ തന്നെയാണ് പ്രകാശ് രാജ് ഉദ്ദേശിച്ചത്. കേരള സ്റ്റോറി ഉൾപ്പെടെ അതിനകത്ത് വരും. കാരണം ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫി എന്നുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം സുദീപ് തോസൻ സംവിധാനം ചെയ്ത കേരള സ്റ്റോറിക്കാണ് കിട്ടിയത്. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള ചർച്ചകളൊക്കെ നമുക്ക് കഴിഞ്ഞതായതുകൊണ്ട് ഞാൻ ആ ചർച്ചയിലേക്ക് പോകുന്നില്ല. പ്രകാശ് രാജ് മുന്നോട്ട് ഇത് വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് വേണ്ടത്? സംസ്ഥാന സർക്കാർ പുരസ്കാരം അതുപോലെ അൺബയാസ്ഡ് ആയിട്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യം തന്നെയാണല്ലോ. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? വേടനെ പോലൊരു വ്യക്തിക്ക് അവാർഡ് കൊടുത്ത് സംസ്ഥാന സർക്കാർ വാഴ്ത്തുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ലൈംഗിക ആരോപണ വിധേയന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നേ ഇതുപോലെ ആരോപണം നേരിട്ടവർക്കൊക്കെ ഒരു നീതി നിഷേധം ഉണ്ടാവുകയും അവരുടെ കലാസൃഷ്ടിയെ തന്നെ അപ്പാടെ തള്ളിക്കളയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റുകയും വേടന് മാത്രം ഒരു സ്പെഷ്യൽ കൺസിഡറേഷനും എന്തിനാണ് എന്നുള്ളതാണ് ചോദ്യം. അതേപോലെ തന്നെ
സംസ്ഥാന സർക്കാരിൻ്റെ നയങ്ങൾ നടപ്പിലാക്കുന്ന രീതിയിൽ തന്നെയാണോ പ്രകാശ് രാജ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. കാരണം പ്രകാശ് രാജ് ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. കേരള സംസ്ഥാന സർക്കാർ ഇടതുപക്ഷമാണ്. അതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ നയങ്ങൾക്കനുസരിച്ച് തീരുമാനിക്കാനുള്ളൊരു കളിപ്പാവയാണോ പ്രകാശ് രാജ് എന്നുള്ള ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വേടൻ ഉൾപ്പെടെ ഇതുപോലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ, അവാർഡ് കിട്ടുമ്പോഴേക്കും ചോദ്യങ്ങൾ ഉയരുന്നത്. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയ്ക്കാണ് 10 അവാർഡ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ഇത്തവണ ലഭിച്ചത്. നാളിതുവരെയുള്ള പുരസ്കാരങ്ങളിൽ ഒരു സിനിമ ഇതുവരെ 10 അവാർഡുകൾക്ക് അർഹരായിട്ടില്ല. EDയുടെ അന്വേഷണം നിലവിൽ നേരിടുന്ന സൗബിൻ ഷാഹിറും പറവ ഫിലിംസും നിർമ്മിച്ച മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും കേസ് നേരിടുന്ന മഞ്ഞുമൽ ബോയ്സിനാണ് 10 അവാർഡുകൾ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നൽകിയത്. അത് രാഷ്ട്രീയപരമായിട്ടുള്ള ചോദ്യമല്ലേ? രാഷ്ട്രീയപരമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ചിഹ്നമല്ലേ അത്? 10 അവാർഡുകൾ ആ സിനിമയ്ക്ക് കൊടുക്കുക എന്നുള്ളത്. സിനിമ ഗംഭീരമാണ്, ചർച്ച ചെയ്യപ്പെട്ടതാണ്, ഇന്ത്യ ഒട്ടാകെ സംസാരിച്ചതാണ്. പക്ഷേ 10 അവാർഡുകൾക്ക് ആ സിനിമ അർഹമാണോ എന്നുള്ളത് ന്യായമായ ചോദ്യമാണ്. കാരണം അത്രമാത്രം സിനിമകൾ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള ചോദ്യം ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നാളിതുവരെ സംസ്ഥാന സർക്കാരിൽ 10 അവാർഡുകൾ ഒരു സിനിമയും നേടിയിട്ടില്ല. ബാക്കി ഏറ്റവും കൂടുതൽ അവാർഡുകൾ നൽകിയ സിനിമകളും കൂടി നമുക്ക് സംസാരിക്കാം. എന്നിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തൂ എന്താണ് പറയാനുള്ളത്. അഗ്നിസാക്ഷി 1998 റിലീസായ സിനിമയാണ്. ആ സിനിമയിൽ ശോഭനയാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. ശ്യാമപ്രസാദാണ് സംവിധാനം, കൈതപ്രമാണ് അതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത്. ആ സിനിമയാണ് 1998 9 അവാർഡുകൾ കരസ്ഥമാക്കി ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത്. 2023 ആടുജീവിതം ഇതുപോലെ 9 അവാർഡുകൾ കരസ്ഥമാക്കുകയും ചെയ്തിരുന്നു. ആടുജീവിതത്തിന് 9 അവാർഡുകൾ ഉണ്ടായിരുന്നു. ഇനി നിർമാല്യം 1973 നിർമാല്യം എന്ന സിനിമയാണ് 8 അവാർഡുകൾ കരസ്ഥമാക്കിയ മറ്റൊരു സിനിമ. വീണ്ടും ഒരു 8 അവാർഡുകൾ കരസ്ഥമാക്കിയ വേറൊരു സിനിമയാണ് 1989 ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയും. പഴശ്ശിരാജ 2009 റിലീസായ സിനിമയാണ്. അതിനും 8 അവാർഡുകളാണുള്ളത്. 2015 റിലീസായ ദുൽഖർ സൽമാൻ നായകനായ ചാർലിയാണ് പിന്നീട് 8 അവാർഡുകൾ കരസ്ഥമാക്കിയത്. അതായത് ഒരു ഡബിൾ ഡിജിറ്റ് ഫിഗറിലേക്ക് ഒരു സിനിമയുടെ അവാർഡുകളും നാളിതുവരെ പോയിട്ടില്ല എന്നുള്ളത് വ്യക്തമാക്കുകയാണ്. മഞ്ഞുമൽ ബോയ്സ് പോലൊരു സിനിമ EDയുടെ അന്വേഷണ പരിധിയിൽ നേരിടുന്നൊരു സിനിമ. അപ്പോൾ അതാണ് വേറൊരു പ്രശ്നം. അതായത് ഇങ്ങനെ ആരോപണം നേരിടുന്ന സിനിമകളും സിനിമാ പ്രവർത്തകരും മാറി നിൽക്കണമാണ് സംസ്ഥാന സർക്കാർ പറയുന്നതെങ്കിൽ ഇതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇത് രാഷ്ട്രീയമല്ലേ? ഇതൊരു ചോദ്യമല്ലേ? ഇത് സമൂഹ മാധ്യമങ്ങളിൽ ഉന്നയിക്കുന്നവർക്ക് ആർക്കെങ്കിലും തെറ്റു പറയാൻ പറ്റുമോ? ഇതുപോലുള്ള ന്യായമായ ചോദ്യങ്ങൾ മുന്നോട്ട് തന്നെയാണ് വെക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറുപടി പറയാൻ പ്രകാശ് രാജിനോ ജൂറിക്കോ സാംസ്കാരിക മന്ത്രി സജി ചെറിയാനോ തയ്യാറാകുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സാംസ്കാരിക മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, വേടന് പോലും ഞങ്ങൾ അർഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേടനെ പോലും ഞങ്ങൾ ചേർത്ത് നിർത്തുന്നുണ്ട്, അവാർഡിനായി നൽകുന്നുണ്ട് എന്നുള്ളതാണ് സാംസ്കാരിക മന്ത്രി പറഞ്ഞത്. എന്താ ഈ വേടന് പോലും? അതും വലിയൊരു ചോദ്യം തന്നെയല്ലേ? അങ്ങനെയും മുന്നോട്ട് വയ്ക്കുന്നില്ലേ? അതുകൊണ്ട് തന്നെ ആരോപണ വിധേയർ എന്ന് പറഞ്ഞ് ഇരട്ടത്താപ്പ് കളിക്കുന്ന സംസ്ഥാന സർക്കാരിനെ കൃത്യമായി തന്നെയാണ് കഴിഞ്ഞ തവണത്തെ അല്ലെങ്കിൽ ഇത്തവണത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ നമ്മൾ കണ്ടത്. അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. അത് വീണ്ടും വീണ്ടും തുടർന്നൊരു പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവർക്കും ഒരേ തരത്തിലുള്ള നീതികൾ ഉറപ്പാക്കുക, അല്ലെങ്കിൽ ഈ ഇരട്ടത്താപ്പ് നടപടി അവസാനിക്കുക എന്നുള്ള സോഷ്യൽ മീഡിയയുടെ വാക്കുകളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ?